അച്ഛാ ഞങ്ങൾ പോയിട്ട് വരട്ടോ. ഓ അതിപ്പോ പറയാൻ നിക്കണം, കണ്ടറിയില്ലേ പോവാന്ന്? പിള്ളക്കുട്ടിയൊന്നല്ലോ. ആ അല്ല അച്ഛനുള്ള ഭക്ഷണം അവിടെ ഉണ്ട്, വേണമെങ്കിൽ എടുത്ത് കഴിച്ചോളൂ. നീ എന്താ ഇങ്ങനെയൊക്കെ പറയണേ? എനിക്ക് ഇങ്ങനെയൊക്കെ പറ്റുള്ളൂ, ഞാൻ അവിടുത്തെ സെർവന്റ് ഒന്നല്ലല്ലോ. മോനെ എന്താ ഇങ്ങോട്ട് വരി. എന്താ മോ അച്ഛനൊരു പൊറാട്ട പിടിച്ചോണ്ടെന്ന് വരും. ആ ഇതാ ഉറുപ്പിക്ക് കുട്ടി മുട്ടായി മേടിച്ചോളി ഇട്ടാ. ഇത് 6 ഉറുപ്പ്യല്ലുള്ളൂ, പൊറാട്ടയ്ക്ക് 12 ഉറുപ്പ്യാണേ. ആണോ? ഞാൻ കൊറേ കാലായി കടയെന്നൊക്കെ കഴിച്ചിട്ടേ. എന്നാ മോണ്ട് തന്നോ. എന്തായിരുന്നു സദ്യ? അല്ലേ ബിരിയാണി ആയിരുന്നു. ബിരിയാണി ആയിരുന്നു. ഭയങ്കര ചൂടാ പറമ്പിലും പന്തലേ. ആ സാധനം പോണ അച്ഛന് വേണ്ടേ, വയറ് നിറഞ്ഞിരിക്കും. അപ്പൊ അത് കുടിച്ചാലേ ഛർദിക്കുള്ളൂ. മോൻ പോട്ടൊന്ന് കടന്നുറങ്ങി. ആയിക്കോട്ടെ. സ്വന്തം മക്കൾക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച് അവർക്ക് വേണ്ടി മാത്രം ജീവിച്ച് സ്വയം ജീവിക്കാൻ മറന്നുപോയ മാതാപിതാക്കൾ അറിയാം, ജീവിതം ഒന്നേ ഉള്ളൂ. സ്നേഹവും വാത്സല്യവും കൂടിയിട്ട് ഉള്ള സമ്പാദ്യം മൊത്തം മക്കൾക്ക് ചെറുപ്പത്തിലെ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ മക്കളെ നമ്മൾ എത്ര സ്നേഹിച്ചാലും ഇതുപോലത്തെ പങ്കൊന്നനാണെങ്കിൽ ഇതല്ല ഇതിൻ്റെ അപ്പുറവും നമുക്ക് സംഭവിക്കും. പ്രവാസികളോടാണ് കേട്ടോ, അവസാനം വരെ നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ തന്നെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ നമുക്ക് തന്നെ ഒഴിവാക്കാൻ പറ്റും.